ചിന്തകളെ ഒന്നും കൂടെ നമുക്ക് ഓർമ്മിക്കത്തക്ക രീതിയിൽ നമുക്കത് വീണ്ടും വ്യത്യസ്തമാകത്തക്ക രീതിയിൽ കർത്താവിന്റെ പ്രാരംഭമായിട്ട് അവയെ ഓർപ്പിച്ചുണർത്തി ദൈവത്തിന്റെ ചിന്തകളാൽ നമ്മളെ കൂടെ ശക്തീകരിച്ചു. അതിന്റെ പ്രധാന പോയിന്റുകൾ നമുക്ക് ഓർമ്മിക്കത്തക്ക രീതിയിലും മനസ്സിൽ വ്യത്യസ്തമാക്കുന്ന രീതിയിലും പറഞ്ഞു തന്നു. പ്രാരംഭത്തിൽ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കതുകൊണ്ട് ഈ ആ ഭാഗത്തേക്ക് വീണ്ടും പോകേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളെ തെസ്സലോനിക്കരോട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 9 വാക്യം തൊട്ട് അവരോട് പറയുന്നു, വീണ്ടും അവർക്ക് വളരെയധികമായി അവര് പുലർത്തി വരുന്ന അവരിലുള്ള ഗുണങ്ങളെ തന്നെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക, അവരെ ഏറ്റവും ദൈവസന്നിധിയില് പ്രയോജനമുള്ളവരാക്കി, പ്രത്യാശയുള്ളവരാക്കി, അവരുടെ പ്രവൃത്തികളാൽ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവ മഹത്വത്തിന് കാരണമായി തീരണം എന്നുള്ള ആശയോടെയാണ് അദ്ദേഹം അവരെ പ്രബോധിപ്പിക്കുന്നത്. സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കെദോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണമെന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ തെസ്സലോനിക്ക വിശ്വാസികളോടുള്ള ജീവിത ശൈലിയെക്കുറിച്ചുള്ള മറ്റൊരു ഉപദേശം കൂടെ ഇവിടെ കൊടുക്കുകയാണ്. ഈ ബ്രദർലി ലവ് അവർക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് അവർക്ക് എഴുതേണ്ട ആവശ്യം പോലും ഇല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ അത്രമാത്രം അവർക്ക് ആ ബ്രദർലി ലവ് അവർക്കുണ്ട്. സഹോദര സ്നേഹത്തെ പറ്റി നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. കാരണം പരസ്പരം സ്നേഹിപ്പാൻ ദൈവത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച അതേ ഒരു മാതൃകയാണ് ഇവിടെയും കാണുന്നത്. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചാണ്, ഞങ്ങൾ ഉപദേശിച്ച പോലെയാണ്, എന്നാൽ അതിൽ നിങ്ങൾ കൂടുതൽ വർദ്ധിച്ചു വരണം എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഇവണ്ണം സംസാരിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും തുടരുന്നു, സഹോദര സ്നേഹത്തെ പറ്റി നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. കാരണം പരസ്പരം സ്നേഹിക്കാൻ ദൈവത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. മാത്രമല്ല, അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിൽ എല്ലായിടത്തുമുള്ള എല്ലാ സഹോദരങ്ങളെയും സ്നേഹിക്കുന്നു. ഇങ്ങനെ വളരെയധികം അഭിമാനിപ്പാൻ വകയുണ്ട് തെസ്സലോനിക്ക വിശ്വാസികളെ സംബന്ധിച്ച്. എങ്കിലും അവരോടുള്ള ഉപദേശത്തിന് കുറവൊന്നും വരുത്തുന്നില്ല. കാരണം അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത് ഇവർ നിരന്തരമായി ഇങ്ങനെ ആയിരിക്കണമെന്നും അതിൽ ധാരാളമായി അവർ വർദ്ധിച്ചു വരണമെന്നും അപ്പോസ്തലൻ അവരെ കുറിച്ച് ആഗ്രഹമുള്ളത് കൊണ്ട് അപ്പോസ്തലൻ വീണ്ടും അവരെ ഉപദേശിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആ ദൈവരാജ്യ സംസ്കാരം, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണമുള്ള, എവിടെ നിൽക്കുന്നത്? മാസിഡോണിയൻ കൾച്ചറിലാണ് നിൽക്കുന്നത്. പക്ഷെ ജീവിക്കേണ്ട ജീവിതം ഏത് കൾച്ചറാണ്? കിങ്ഡം ഓഫ് ഗോഡിന്റെ കൾച്ചർ. വലിയ പ്രയാസമാണത്. നമ്മളെല്ലാം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. നമ്മളത് ആദ്യമായി ചിന്തിച്ചു പറഞ്ഞത് അതൊരു കൗണ്ടർ കൾച്ചർ ലൈഫാണ്. നമ്മൾ മാസിഡോണിയൻ കൾച്ചറിനെ അതിന്റെ കൗണ്ടർ കൾച്ചറായിട്ടാണ് എന്ത് നിൽക്കുന്നത്? ദൈവരാജ്യ സംസ്കാരം നിൽക്കുന്നത്. അപ്പൊ അത് ഇത്ര നിസ്സാരമായൊരു കാര്യമല്ല. അത് അപ്പോസ്തലന് അറിയാം. അതുകൊണ്ട് ആ ഉപദേശം അവർക്ക് കൊടുക്കുകയാണ്, അവരുടെ ജീവിത ശൈലിയെക്കുറിച്ച്, ജീവിത വിശുദ്ധിയെക്കുറിച്ച്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ശരീരത്തിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം, അവരുടെ ജീവിതത്തിൽ അവർ ഹോളി ആയിരിക്കണം എന്ന് പഠിപ്പിച്ചും പ്രബോധിപ്പിച്ചതും പറയുകയാണ്. ഇനി നിങ്ങളുടെ ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ നിങ്ങളുടെ ആ റൊട്ടീൻ ലൈഫും
അതും ദൈവത്തിന് മഹത്വമുള്ളതായിരിക്കണം. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു റെസ്പെക്ട്ഫുൾ-ആയ ജീവിതം നയിക്കുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ് എന്നവരെ ഓർപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, പരസ്പരം നിങ്ങൾ സ്നേഹിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. കാരണം പരസ്പരം സ്നേഹിപ്പാൻ ദൈവത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ മക്കതോന്യയിൽ എല്ലായിടത്തുമുള്ള എല്ലാ തെസ്സലോനിക്കയെ മാത്രമല്ല, മക്കതോന്യ പട്ടണങ്ങളായ ഫിലിപ്പിയ പട്ടണം, തെസ്സലോനിക്ക, ബെരോവ, ഈ മക്കതോന്യ പട്ടണങ്ങളിൽ എല്ലായിടത്തുമുള്ള പല ചർച്ചസ് അവിടെ ഉളവായല്ലോ. ഫിലിപ്പിയയിലുണ്ടായി, ബെരോവയിലുണ്ടായി, തെസ്സലോനിക്കയിലുണ്ടായി, അടുത്തടുത്ത് ഇടങ്ങളിലുണ്ടായി. ഇവിടെ എല്ലാം അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു അത്. ഒരു ലോക്കൽ ചർച്ച് അവർ ആ സമൂഹത്തെ മാത്രമല്ല, എവിടെയൊക്കെ ദൈവസഭ രൂപപ്പെട്ടോ അവിടേക്കെല്ലാം ദൈവസ്നേഹവും ഒഴുകിയെത്തിയിരുന്നു. സഹോദര സ്നേഹം പങ്കുവെക്കപ്പെട്ടിരുന്നു. അത് അപ്പോസ്തലൻ അവരെ കുറിച്ച് ഭയങ്കര അഭിമാനമാണ്. അതുകൊണ്ട് അദ്ദേഹം അവരെ അതിൽ പ്രശംസിക്കുമ്പോൾ തന്നെ പ്രബോധിപ്പിക്കുകയും ചെയ്യും. അതൊരു ബാലൻസിങ് ആണ് ക്രിസ്ത്യൻ ജീവിതത്തിൽ. പ്രശംസിക്കുമ്പോൾ തന്നെ പ്രബോധിപ്പിക്കുകയും ചെയ്യും. അതായത് പ്രബോധിപ്പിക്കുന്ന പറഞ്ഞാൽ എന്താ? ബുദ്ധി ഉപദേശിക്കുന്നു, ദൈവത്തിന്റെ ആലോചന പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും പ്രശംസ മാത്രമാണ് പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ സഭയ്ക്ക് പ്രശംസ മാത്രം പോരാ. സഭയ്ക്ക് എന്ത് വേണം? സമയാസമയങ്ങളിൽ പ്രബോധനവും വേണം. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളെ നടത്തുന്നവർ നമ്മളെ പ്രശംസിക്കും. അല്ലെങ്കിൽ അവർ പറയും, ഞങ്ങൾ നിങ്ങളിൽ അഭിമാനിക്കുന്നു, നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ആ പ്രശംസ, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പ്രശംസിക്കുന്ന പ്രശംസ നിലനിൽക്കണമെങ്കിൽ സമയാസമയങ്ങളിൽ നമുക്ക് പ്രബോധനവും ആവശ്യമാണ്. ഇല്ലേ കുറെ കഴിയുമ്പോൾ പ്രശംസ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോസ്തലൻ ആഗ്രഹിച്ചു, എല്ലാ കാലത്തും എനിക്ക് ഇവരെ കുറിച്ച് പ്രശംസിക്കണം, എല്ലാ കാലത്തും എനിക്ക് ഈ മാസിഡോണിയൻ ചർച്ചസിനെ കുറിച്ച് എനിക്ക് അഭിമാനിക്കണമെങ്കിൽ അപ്പോസ്തലൻ ഒരു കാര്യം അറിയാം, അതിനെന്ത് വേണം? സമാന്തരമായി പ്രബോധനവും ആവശ്യമാണ്, അല്ലെങ്കിൽ ബുദ്ധി ഉപദേശിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് പ്രസാദമാവണ്ണം ജീവിക്കുന്നു എന്നറിഞ്ഞിട്ടും അവരോട് ബുദ്ധി ഉപദേശിച്ചത്, നിങ്ങളുടെ ശരീരത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം, നിങ്ങളുടെ ജീവിതം ഇപ്രകാരമായിരിക്കണം എന്ന് പറയുന്ന അപ്പോസ്തലൻ സഹോദര സ്നേഹം ഉള്ളവരും, അത് അവരുടെ തെസ്സലോനിക്കയിലോ ആ ചർച്ച മാത്രമല്ല, മാസിഡോണിയയിലുള്ള അടുത്തുള്ള എല്ലാ ചർച്ചകളിലേക്കും ആ സ്നേഹം കവിഞ്ഞൊഴുകുന്നു എന്ന് അറിഞ്ഞിട്ടും അപ്പോസ്തലൻ അവരെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിൽ അധികമായി വർദ്ധിച്ച് വരണം എന്നുള്ളത്. എന്നിട്ട് അവരോട് ഒരു ജീവിത ശൈലിയെ കുറിച്ച് പറയുക. ഇത് വായിച്ചപ്പോ എന്റെ മനസ്സിലോട്ട് ഓടിയെത്തിയ ഒരു ഭാഗം, അപ്പോസ്തലൻ ഇത് ഈ മാസിഡോണിയൻ ചർച്ചിനെ കുറിച്ച് തനിക്ക് എത്രത്തോളം അഭിമാനവും ആനന്ദവും ആശ്വാസവും ഒക്കെ ഉണ്ടെന്ന് അപ്പോസ്തലൻ ഇവരെ കുറിച്ച് കൊരിന്ത്യ സഭയോട് പറയുന്നത്. നമ്മള് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിന്റെ അവസാനമാണോ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പം നമ്മൾ ആ ചാപ്റ്റർ എടുത്ത് ചിന്തിച്ചാണ്. എങ്കിലും കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ മറവിയും അതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലാണ് ഈ മാസിഡോണിയൻ ചർച്ചസിനെ പരാമർശിക്കുന്നത്. 2 കൊരിന്ത്യർ, 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 8, അതിലാണ് ഈ മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപയെ കുറിച്ച് പറയുന്നത്. അപ്പം അത് നമുക്ക് വളരെ എന്താ പറയട്ടെ, അനുകരണീയമായ, ഓൾറെഡി തെസ്സലോനിക്ക ചർച്ചിന്റെ ഒരു പ്രത്യേകത അതാണ്, അനുകരിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അപ്പോസ്തലൻ ഇവരെ കുറിച്ച് പ്രശംസിക്കുന്നുണ്ട്. നമ്മളുടെ കാര്യം, നമ്മളുടെ നേതൃത്വം അല്ലെങ്കിൽ നമ്മളെ നടത്തുന്നവർ മറ്റുള്ളവരോടൊരു അനുഗ്രഹമായി പങ്കിടാൻ നമ്മൾ കേൾക്കണമെന്നില്ല. വാസ്തവത്തില് നമ്മളെ കേൾക്കുകയും നമ്മളെ എൻകറേജ് ചെയ്യണം. എങ്കിലും അതിലപ്പുറമായും നമ്മളൊരു മാതൃകയായി നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് പറയാൻ കഴിയുന്നുവെങ്കിൽ അത് എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഗമാണ് ഈ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കും. കഷ്ടത എന്ന
കഠിന ശോധനയിലായിരുന്നിട്ടും. അതാണ് എല്ലാ ഭാഗത്തും വ്യക്തമാണ് ഈ മക്കോദോന്യ സഭകൾ അനുഭവിച്ച പ്രയാസങ്ങൾ. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും, അതിനോട് ഒട്ടും ചേരാത്തൊരു പദമാണ് കൂട്ടിവെച്ചേക്കുന്നത്, മഹാദാരിദ്ര്യവും. ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ഈ നമ്മൾ പറഞ്ഞല്ലോ, ഇവർ ഭയങ്കര ബ്രദർലി ലവ് ഉള്ളവരാ. ഇവരുടെ തെസ്സലോനിക്ക ചർച്ചിനെ മാത്രമല്ല, മാസിഡോണിയയിൽ അടുത്തടുത്തുള്ള ഫിലിപ്പിയൻ ചർച്ച്, ബെരോവ, ഈ മാസിഡോണിയയിൽ ഏതൊക്കെ ചർച്ച് അപ്പോസ്തലൻ, അവിടെ എല്ലാ ചർച്ചസിനോടും ഇവർക്ക് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവരുടെ സ്നേഹമുണ്ട്, ഇവർക്ക് പരസ്പര സ്നേഹം. ഇത് വളരെയധികം പ്രസിദ്ധമായിരുന്നു. ഇത് ആരോട് പറയുകയാണ്? ഗ്രീസിന്റെ നോർത്ത് ആൻഡ് സൗത്ത്, അല്ലെ രണ്ടറ്റത്തുള്ളതിൽ അക്കായ പ്രദേശമായ ഗ്രീസിന്റെ അങ്ങേ അറ്റത്തുള്ള കൊരിന്ത്യ ചർച്ചിനോട്, അത് അക്കായ പ്രദേശം അതിനെ പറയുന്നത്. ഇത് മാസിഡോണിയനാ, രണ്ട് അറ്റത്തായി നിൽക്കുന്നത്. അപ്പൊ അങ്ങേ അറ്റത്തുള്ളവരോട് പറയുകയാണ്, ഇങ്ങേ അറ്റത്തുള്ള ഗ്രീസിന്റെ ഒരറ്റത്തുള്ള മാസിഡോണിയൻ ചർച്ചസിനെ കുറിച്ചുള്ള സാക്ഷ്യം. കൊരിന്ത്യ സഭക്കാർക്ക് അത് എത്ര ഇഷ്ടപ്പെട്ടെന്ന് നമുക്കറിയില്ല. ഞങ്ങളെ കൊണ്ട് കൊടുപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം അപ്പോസ്തലൻ പറയുന്നതാണെന്ന് അവർ കരുതിയോ അതൊന്നും അറിയില്ല. പക്ഷെ അപ്പോസ്തലൻ നിഷ്കളങ്ക ഹൃദയത്തോടെ, നേരുള്ള മനസാക്ഷിയോടെ ആരെക്കുറിച്ച് പ്രശംസിച്ച് പരാമർശിക്കുകയാണെന്ന് അറിയാവോ? ഈ ഒന്നിച്ച് ഫിലിപ്പിയ. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോഴൂടെ കാണാൻ പറ്റും, അവരെ പോലെ ഫിലിപ്പിയരുടെ ഒരു പ്രത്യേകതയായിരുന്നു അപ്പോസ്തലന്റെ ഏത് കഷ്ടതയിലും അതെ അവരുടെ ഔദാര്യമായ മനസ്സ് അവര് തുറന്നു കാട്ടിയിരുന്നു. കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും എന്തുകൊണ്ടേ എപ്പഫ്രോദിത്തോസിന്റെ കയ്യില് അപ്പോസ്തലനുള്ള ധനസഹായം അവര് കൊടുത്തുവിട്ടു. ഇത് മാത്രമല്ല, അവർക്ക് ദൈവസ്നേഹത്തെയും ദൈവത്തിൽ നിന്ന് സഹോദരങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിച്ച ആ ജീവിതത്തെയും അവർ ദിനം തോറും ജീവിതത്തിന്റെ കഠിന ശോധനയിലും മഹാദാരിദ്ര്യത്തിലും അവർ അത് പ്രാവർത്തികമാക്കിയിരുന്നു എന്ന വളരെ സമ്പൽ സമൃദ്ധിയുള്ള സഭയാണ് കൊരിന്ത്യൻ ചർച്ച്. മാസിഡോണിയക്കാരെ വെച്ചതിനേക്കാൾ നോക്കുമ്പോൾ കൊരിന്ത്യക്കാർ സാമ്പത്തികമായി കുറച്ചുകൂടി ഉയർന്നവരാണ്. അങ്ങനെ എന്നിട്ടും ഈ മനോഭാവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. സാഹചര്യത്തെക്കാൾ വലുത് ദൈവം നോക്കുന്നത് നമ്മളുടെ മനസ്സാണ്. ആ മനസ്സ് കാണിച്ച മാസിഡോണിയൻ ചർച്ചസിനെ ഇവിടെ പ്രകീർത്തിക്കുന്നതാണ്. കൊരിന്ത്യ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുകയാണ്, സഹോദരന്മാരെ, എവിടുത്തെ സഹോദരന്മാരാ? കൊരിന്ത്യയിലുള്ള സഹോദരന്മാരെ, അല്ലെങ്കിൽ സഹോദരന്മാരെ, ബ്രദറൻ, മക്കോദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് മക്കോദോന്യയിലെ സഭകൾക്ക് ദൈവം നൽകിയ കൃപയെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ സഭയ്ക്കല്ലേ നമുക്ക് ദൈവം തരുന്ന ഇങ്ങനെയുള്ള ഈ ദൈവകൃപയെ പറ്റി മറ്റുള്ളവർ അറിയേണ്ടതായ കാര്യങ്ങൾ ഉണ്ട്. അത് അനുഗ്രഹമായി തീരും, അത് അനുകരണീയമായി തീരുമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കഷ്ടതകളാകുന്ന തീവ്ര പരീക്ഷണങ്ങളിലെ മധ്യത്തിലായിരുന്നിട്ടും അവരുടെ ആനന്ദ സമൃദ്ധിയും കഠിന ദാരിദ്ര്യവും ഒത്തുചേർന്ന് അവരുടെ ഉദാരത. എന്തോ ഉദാരത എന്ന് പറഞ്ഞാൽ ധാരാളമായി കൊടുക്കാനുള്ള മനസ്സിനാണ് ഈ ഉദാരത എന്ന് പറയുന്നത്. ജനറോസിറ്റി ഒരു വലിയ സമ്പത്തായി കവിഞ്ഞൊഴുകി. അപ്പൊ സമ്പത്ത് കവിഞ്ഞൊഴുകിയപ്പോഴല്ല അവർ ഉദാരത കാണിച്ചത്, ജീവിതത്തിന്റെ പ്രതിസന്ധിയിലും കഠിന ശോധനയിലും ദാരിദ്ര്യം അവർക്ക് നേരിട്ടപ്പോഴും അവരുടെ മനസ്സിനകത്ത് അനുഭവിച്ച ആ ക്രിസ്തുവേശുവിലുള്ള ആനന്ദമായ അനുഭവവും സഹോദരങ്ങളോടുള്ള സ്നേഹവും എല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ അപ്പോസ്തലൻ പറയുക, അവരുടെ ഉദാരത, അവരുടെ ഔദാര്യ മനസ്സ് ഒരു വലിയ സമ്പത്തായി കവിഞ്ഞൊഴുകി. തങ്ങളുടെ കഴിവനുസരിച്ചും അതിനപ്പുറവും അവർ ദാനം ചെയ്തു എന്നതിന് ഞാൻ സാക്ഷി.
പ്രിയരെ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. അപ്പോസ്തലൻ അവരെ കുറിച്ച് ഒരിക്കലും അവരല്ല പറയുന്നേ, അവരല്ല അവരുടെ ജനറോസിറ്റിയെ കുറിച്ച് അവരല്ല പറയുന്നേ, അവരുടെ കഠിന ശോധനകളെ കുറിച്ച് അവരല്ല പറയുന്നേ, അവരുടെ മഹാദാരിദ്ര്യത്തെ കുറിച്ച് അവരല്ല പറയുന്നേ. ആ ജനറോസിറ്റി ഒരു സമ്പത്തായി കവിഞ്ഞൊഴുകിയെന്ന് അവരല്ല പറയുന്നേ. അവരുടെ ആ ക്യാരക്ടർ, അവരുടെ ആ ഹോളി ലൈഫ്, വിശുദ്ധ ജീവിതം, ദൈവം ആഗ്രഹിക്കുന്ന ദൈവപ്രസാദമുള്ള ജീവിതം സാക്ഷീകരിച്ച അപ്പോസ്തലൻ പറയാം, ഞാൻ സാക്ഷി. ഇതാണ് ശരിക്കും സാക്ഷ്യം. നമ്മുടെ ജീവിതത്തിലെ കുറിച്ച് അതിന്റെ നേർക്കാഴ്ച അനുഭവിച്ചവർ, അതിന്റെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവസ്നേഹത്തിൽ നിന്ന് നാം പഠിച്ച സഹോദര സ്നേഹത്തിന്റെ ആ ഉറവ നമ്മളിൽ നിന്ന് ഒഴുകി അതൊരു വലിയ സമ്പത്തായി കവിഞ്ഞൊഴുകി. സമ്പത്തല്ല കവിഞ്ഞൊഴുകിയേ, സമ്പത്ത് കവിഞ്ഞൊഴുകിയെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നേ. അവരുടെ ഉള്ളിലുള്ള സഹോദര സ്നേഹ നിമിത്തം ഉരുത്തിരിഞ്ഞ അവരുടെ ജനറോസിറ്റി, അതായത് ഔദാര്യമായി ദൈവത്തിനു വേണ്ടി, ദൈവസഭകൾക്ക് വേണ്ടി ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും പ്രയോജനപ്പെടണമെന്നുള്ള അവരുടെ ആ മനസ്സ്, അവരുടെ ആ ക്യാരക്ടർ ഒരു വലിയ സമ്പത്തായി കവിഞ്ഞ് ഒഴുകി തങ്ങളുടെ കഴിവനുസരിച്ചും അതിനപ്പുറവും അവർ ദാനം ചെയ്തു എന്നതിന് ഞാൻ സാക്ഷി. അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, ഞാൻ സാക്ഷിയാകുക. വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഈ ധനശേഖര ശുശ്രൂഷയിൽ പങ്കുവഹിക്കുക എന്ന പദവിക്കായി അവർ ഒരു ബാഹ്യ സമ്മർദ്ദവും കൂടാതെ തന്നെ ഞങ്ങളോട് വളരെ അപേക്ഷിച്ചു. അപ്പോസ്തലൻ ഇപ്പം കൊരിന്ത്യ സഭയോട് അപേക്ഷിക്കുക. എന്താണെന്നറിയോ? നിങ്ങൾ 1 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത യെരുശലേമിലേക്ക് കൊണ്ടു കൊടുക്കേണ്ട ധനശേഖരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അപ്പോസ്തലൻ തെസ്സലോനിക്ക ചർച്ചിനെ കുറിച്ച്, ഫിലിപ്പിയൻ ചർച്ചിനെ കുറിച്ച്, ബെരോവയിലുള്ള ചർച്ചിനെ കുറിച്ച്, അതാണ് ഈ മാസിഡോണിയൻ ചർച്ച് എന്ന് പറയുന്നത്. അവരെ കുറിച്ച് പറയുകയാണ്, ഞങ്ങൾ അവരോട് അപേക്ഷിക്കുകയല്ലായിരുന്നു, വല്ലതും തരണേ, ധനശേഖരമാണ്, വല്ലതും തരണേ വിശുദ്ധന്മാർക്ക് കൊടുക്കാൻ. അല്ലല്ല, ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഈ ധനശേഖര ശുശ്രൂഷയിൽ പങ്കുവഹിക്കുക എന്ന പദവിക്കായി, അയ്യോ, ഒരു പദവിയായിട്ട് അവരത് കണ്ടു. അവർ ഒരു ഭാഗ്യ സമ്മർദ്ദവും കൂടാതെ തന്നെ ഞങ്ങളോട് വളരെ അപേക്ഷിച്ചു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പിന്നെ ഈ മാസിഡോണിയൻ ചർച്ച് എങ്ങനെ മാതൃക അല്ലാതായിരിക്കും? സാധാരണ ഒരു ധനശേഖരം എടുക്കണമെങ്കിൽ ആരാ അപേക്ഷിക്കുന്നേ? ധനശേഖരം എടുക്കുന്ന ആളാണ് അപേക്ഷിക്കേണ്ടത്. കഴിവതും നിങ്ങൾ ബാഹ്യ സമ്മർദ്ദം കൊടുക്കണം, അല്ലേ? എല്ലാവരും കഴിവതുപോലെ കൊടുക്കണം, ആകുന്ന അത്രയും കൊടുക്കണം, കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ പാസ്റ്റർമാര് എന്തുമാത്രം അങ്ങോട്ട് ഇട്ടു കൊടുക്കുമ്പോഴാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെയില്ല. പിന്നെ പേഴ്സിൽ ഏറ്റവും നല്ല നോട്ട് കൊടുക്കണം, ഏറ്റവും വലിയ നോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കും, കൊടുക്കുന്നവരെ അനുഗ്രഹിക്കും, അമർത്തിക്കുലുക്കി കവിയെ നല്ലൊരു അളവ് നിങ്ങളുടെ മടിയിൽ തരും, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ഇങ്ങനെ എന്തെല്ലാം ഭാഗ്യസമ്മർദ്ദം കൊടുത്താലാ അതും കഴിഞ്ഞിട്ട് പിന്നെ അപേക്ഷിക്കുകയും കൂടെ വേണം. പക്ഷെ മാസിഡോണിയൻ ചർച്ച് അങ്ങനല്ലായിരുന്നു. മാസിഡോണിയൻ ചർച്ച് ധനശേഖരം എടുക്കാൻ വരുന്നവരോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ഒരു പദവിയായി കാണുന്നു. എന്താ പദവിയുടെ പ്രത്യേകത? കാരണം വിശുദ്ധന്മാരായ യെരുശലേമിലെ ദരിദ്രരായ വിശുദ്ധന്മാർ. അപ്പം വിശുദ്ധന്മാരെ സാമ്പത്തികമായി അവരുടെ ജീവിതത്തിൽ, അവരുടെ ശുശ്രൂഷയിൽ, അവരുടെ ഉന്നമനത്തിൽ സഹായിക്കുവാൻ ഞങ്ങളുടെ ഈ കഠിന ശോധനയിലും മഹാദാരിദ്ര്യത്തിലും ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യ പദവിയായി ഞങ്ങൾ എഴുതുന്നു. പ്ലീസ് ഗീവ് us a chance. പ്ലീസ് ഗിവ് us an opportunity. ഞങ്ങൾക്കൊരു അവസരം എന്താ, ഞങ്ങളത് ചെയ്തോട്ടെ.
അതാണ് അപ്പോസ്തലൻ പറയുന്നത്. ഭാഗ്യ സമ്മർദ്ദങ്ങൾ ഒന്നും കൂടാതെ തന്നെ ദൈവത്തിന്റെ മക്കളെ, അതെ എന്താ പറയണ്ടേ, സമ്പത്തല്ല കവിഞ്ഞൊഴുകിയത്, അവരുടെ മനസ്സ്, ബ്രദർലി ലവ്, സഹോദര സ്നേഹം, അത് മാസിഡോണിയയിൽ മൊത്തം അങ്ങനെ വ്യാപൃതമായി. അത് മാസിഡോണിയയിൽ നിന്ന് ആ വാർത്ത എവിടെ എത്തുകയാണ്? അക്കായ പ്രദേശത്തുള്ള കൊരിന്ത്യ സഭയിൽ എത്തുക. എന്നിട്ട് ഇതെല്ലാം കൂടെ എങ്ങോട്ടാ പോകേണ്ടത്? യെരൂശലേമിൽ തീവ്രമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വിശുദ്ധരെ സഹായിക്കണം. അതേ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളും ഫിലിപ്പിയിലുള്ള വിശ്വാസികളും ബെരോവയിലുള്ള വിശ്വാസികളും അവർ പറയുകയാണ്, ഞങ്ങൾ മാസിഡോണിയൻ വിശ്വാസികളെ മാത്രമല്ല സ്നേഹിക്കുന്നത്, ഞങ്ങൾ യെരൂശലേമിലെ വിശുദ്ധന്മാരെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ സാഹചര്യം മാറിയിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി, ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിന് സാക്ഷ്യം വഹിച്ച ആളാണ് അപ്പോസ്തലനായ. അപ്പൊ ഞാൻ എന്തിനാ ഇത് പറഞ്ഞു ചോദിച്ചാൽ, നമ്മൾ സാമ്പത്തികമായി കൊടുക്കുന്ന കാര്യം പറയാനോ അല്ലെങ്കിൽ കൊടുക്കാൻ ഇതൊന്നും പറയാൻ വേണ്ടിയല്ല. ബ്രദർലി ലവിനെ അവരെങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്, സഹോദര സ്നേഹത്തെ അവരെങ്ങനെയാണ് പ്രദർശിപ്പിച്ചത്, അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു. താൻ പറയുകയാണ്, ഞാൻ അതിന് സാക്ഷിയാണ്. എന്നിട്ട് പറയുന്നു, അവർ ഒരു ഭാഗ്യ സമ്മർദ്ദവും കൂടാതെ തന്നെ ഞങ്ങളോട് വളരെ അപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കാണ്, ഇവയെല്ലാം ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായിരുന്നു. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, മാസിഡോണിയൻ ചർച്ചസിനെ കുറിച്ച് ഞങ്ങൾക്കൊരു പ്രതീക്ഷ. പക്ഷെ അവര് ഞങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ആ ദൈവസ്നേഹം കൊണ്ട് പ്രദർശിപ്പിച്ചപ്പം അപ്പോസ്തലൻ പറയാ, ഞങ്ങൾ പോലും അന്തിച്ചു പോയി, ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു. അതെ, അതുകൊണ്ടാണ് 5-ാം വാക്യം, അത് ഞങ്ങൾ വിചാരിച്ചിരുന്ന പോലെ അല്ല. അതാണ് നമ്മുടെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ അല്ല. എന്നിട്ട് പറഞ്ഞു, എന്നിട്ടൊരു വാക്കവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ആദ്യം ദൈവഹിതപ്രകാരം കർത്താവിന് തങ്ങളെ തന്നെ സമർപ്പിച്ചതുപോലെ ഞങ്ങൾക്കായും അപ്രകാരം ചെയ്തു. അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ പ്രത്യേകത കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു. ആദ്യം തന്നെ സറണ്ടർ ചെയ്യുന്ന ആൾക്കാണ് ദൈവത്തിൽ. എന്നിട്ട് പറയാം, അങ്ങനെ അവർ ഞങ്ങൾ അവരുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് അവരുടെ സ്നേഹം അനുഭവിച്ചതും അവരുടെ ജീവിതത്തിൽ ഞങ്ങൾ ആരായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ഞങ്ങൾക്കായി അപ്രകാരം ചെയ്തു. എന്നിട്ട് ഇത് പറഞ്ഞിട്ടാണ് കൊരിന്ത്യയിലെ വിശ്വാസികൾക്കുള്ള ഗുണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടർ കൊരിന്ത്യർക്ക് അവർ വർദ്ധിച്ചു വരണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസം, പ്രസംഗം, പരിജ്ഞാനം, തികഞ്ഞ ഉത്സാഹം, ഞങ്ങളോട് സ്നേഹം എന്നിങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മികച്ചു നിൽക്കുന്നത് പോലെ. ഇത് കൊരിന്ത്യ ചർച്ചകൾ പറയാണ്. എനിക്കറിയാം, നമ്മൾ എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവീൻ. അതായത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിലും നിങ്ങൾ ഏറ്റവും മുന്നിൽ ആയിരിക്കണം. അതിനു വേണ്ടി ഉദാഹരണമായി ഉപയോഗിക്കുന്നത് മാസിഡോണിയൻ ചർച്ചയാണ്. എന്നിട്ട് അവരോട് തുറന്ന് പറയുന്നുണ്ട്, നിങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ വേറൊരു പ്രത്യേകത കൊണ്ടുണ്ടായിരുന്നു. അപ്പോസ്തലൻ മാസിഡോണിയക്കാരോട് കൊരിന്ത്യയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിലാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നുണ്ട്, പിന്നീട് മാസിഡോണിയക്കാരുടെ മുമ്പിൽ ഞങ്ങൾ ലജ്ജിച്ച് പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തീത്തോസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ആ കളക്ഷൻ ഒക്കെ അതിന്റെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പക്ഷെ വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദിവ്യ ശേഖരത്തെ നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ, നിങ്ങൾ അത് ചെയ്തു ഇങ്ങനെ പറഞ്ഞിട്ട് 3-ാം വാക്യം, ഞങ്ങൾ പറയുന്ന പ്രശംസ ഈ കാര്യത്തിൽ വ്യർത്ഥമാകാതെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടത് തന്നെ ഞാൻ സഹോദരന്മാരെ അയച്ചത്. അല്ലെങ്കിൽ പക്ഷേ മക്കോദോന്യർ എന്നോടുകൂടെ വരികയും നിങ്ങളെ ഒരുങ്ങാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങൾ എന്നല്ല ഞങ്ങൾ തന്നെ ഈ അതിധൈര്യം നിമിത്തം ലജ്ജിച്ചു പോകുമല്ലോ. അത് ആകയാൽ സഹോദരന്മാർ ഞങ്ങൾക്ക് മുൻപായി അങ്ങോട്ട് വരികയും നിങ്ങൾക്ക് മുൻപേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിക്കാൻ തക്കൊണ്ട് മുൻകൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടത് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതെന്തായി പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളെ കുറിച്ചും ഞങ്ങൾ മക്കോദോന്യരോട് ഞങ്ങൾ ഒട്ടും കുറച്ചല്ല പറഞ്ഞിരുന്നത്.
നിങ്ങൾ മക്കോദോന്യക്കാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട്? കൊരിന്ത്യയിലെ ആൾക്കാര് അവർ കൊടുക്കുന്ന കാര്യത്തിൽ, എന്നിട്ട് മക്കോദോന്യക്കാരോട് അവരെ അറിയിക്കാതെ കൊരിന്ത്യരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസവും നിങ്ങൾക്ക് നല്ല നിങ്ങൾക്ക് പ്രസംഗം, പരിജ്ഞാനം, തികഞ്ഞ ഉത്സാഹം, ഞങ്ങളോട് എല്ലാത്തിലും നിങ്ങൾ മികച്ചു നിൽക്കുകയാണ്. പക്ഷെ കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മികച്ചു നിൽക്കാം. പക്ഷെ മക്കോദോന്യക്കാരെന്തോ പറഞ്ഞു? ഓ, കൊരിന്ത്യയിലുള്ളവര് എല്ലാം ചെയ്യും. പക്ഷെ ഇതും അങ്ങനെയല്ല. കൊരിന്ത്യയിലുള്ളവർ ഇപ്രകാരമാണ്. അപ്പോസ്തലൻ പറയാം, ഞങ്ങളുടെ അതിധൈര്യം ഞങ്ങൾ കാണിച്ച് അവസാനം ഇവിടെ എത്തുമ്പോ നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾ രചിച്ചു. അതിനാൽ ഞാൻ നിങ്ങൾക്ക് മുൻകൂട്ടിയാളെ അല്ലെ മക്കോദോന്യക്കാർ ഞങ്ങളുടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കലശയുടെ കാര്യത്തിൽ എന്തെങ്കിലും മടുപ്പോ മടിയോ നിങ്ങൾ നിരുത്സാഹമോ ഒക്കെ കാണിച്ചാൽ മക്കോദോന്യക്കാരോടൊപ്പം അപ്പോസ്തലൻ എന്തൊക്കെയാണ് കൊരിന്ത്യക്കാരെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത്? ഇവരെ പോലെ കൊടുക്കാൻ വിളിക്കാൻ ആരും നിങ്ങൾക്ക് അറിയാമോ? അവര് വിശ്വാസത്തിലും പ്രസംഗത്തിലും പരിജ്ഞാനത്തിലും ഉത്സാഹത്തിലും ഞങ്ങളുടെ സ്നേഹത്തിലും മാത്രമല്ല കേട്ടോ, നിങ്ങളെ പോലെ അവർ ധാരാളമായി കൊടുക്കുന്നവരാണ് ആര് പറഞ്ഞേക്കുവാ? അപ്പോസ്തലൻ മക്കോദോന്യക്കാരോട് പറഞ്ഞു. അതുകൊണ്ട് മക്കോദോന്യക്കാര് ഞങ്ങളുടെ കൂടെ വന്നിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ പുറകോട്ട് പോയാൽ, നിങ്ങളിതിനകത്ത് നിരുത്സാഹം കാണിച്ചാൽ, മടുപ്പ് കാണിച്ചാൽ, ഞങ്ങളുടെ അതിഥി നിമിത്തം ഞങ്ങൾ എന്ത് ചെയ്യും? ലജ്ജിച്ച് പോകും. ചുരുക്കി പറഞ്ഞ അപ്പോസ്തലൻ അറിയായിരുന്നു, എല്ലാവരെയും കലഹിപ്പിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്ന പരിപാടിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ഉദ്ദേശമില്ല. ഒരു സഭയ്ക്ക് കത്തെഴുതുമ്പോൾ ആ സഭയുടെ നന്മയും ആ സഭയുടെ തിരുത്തലുകളും അവർക്ക് വേണ്ട പ്രബോധനങ്ങൾ അഥവാ ബുദ്ധി ഉപദേശങ്ങളും ബാലൻസ് ചെയ്ത് കൊടുക്കും. എന്നാൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സഭയുടെ കാര്യം അതെ പ്രകീർത്തിക്കുന്ന രീതിയിൽ മറ്റൊരു സഭയോട് പറയുന്നത് നിങ്ങളെക്കാൾ എടുത്തിൽ നിന്ന് മോശക്കാരാണെന്ന് പറയാനല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അവരെ അനുകരിപ്പാൻ അവർ അതെ ഞങ്ങൾ സാക്ഷികളാണ്. അവരുടെ ജീവിതം നിങ്ങൾക്കും അങ്ങനെ തന്നെ അവരെ അനുകരിക്കാം. പരസ്പരം അനുഗ്രഹമായി തീരാൻ വേണ്ടി മാത്രമാണ് ഈ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നത്. ഒരാളെ കാണാൻ മികച്ചതാണെന്ന് കാണിക്കുന്നതല്ല ഒരാൾ സാക്ഷ്യപ്പെടുത്തുന്നതിനെയോ ചിലരെ നമ്മൾ മുൻപോട്ട് കൊണ്ടുവരുന്നത്. മുൻപോട്ട് നിർദ്ദേശിച്ചത് അവരുടെ പേരോ അവരുടെ പ്രവൃത്തിയോ അവരുടെ സ്വഭാവമോ അവരുടെ ഔദാര്യ മനസ്സിനെ കുറിച്ചോ അവരുടെ സഹിഷ്ണുതയെ കുറിച്ചോ കഴിഞ്ഞ ശോധനയിലായിരുന്നിട്ടും അവർ ജീവിച്ച ജീവിതത്തെ കുറിച്ചോ അവർ പുറപ്പെടുവിച്ച ഫലത്തെ കുറിച്ചോ നേതൃത്വം പറയുമ്പോൾ, സഭ പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് നിരുത്സാഹത്തിന് വേണ്ടിയല്ല, മറ്റൊരു ഇടറാന് വേണ്ടിയല്ല. ഓ, അവരെ മാത്രമല്ല, ഞങ്ങൾ അങ്ങനെയല്ല. അത് മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും അനുകരണീയമാകുവാനും അത് നാളെ ഇത് തന്നെയാണ് അവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് കൊരിന്ത്യയിൽ അങ്ങനെയാണ്. അവർ കൊടുക്കുന്നതിനെ തൊട്ട് പുറകോട്ട് പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ പ്രശംസിച്ചിട്ട് നമ്മളെ കേൾക്കാതെ കുറ്റം പറയുന്ന സ്വഭാവം അല്ലായിരുന്നു അപ്പോസ്തലന്റെയോ. അപ്പോസ്തലൻ ഇത് മക്കോദോന്യക്കാരെ അറിയില്ല, ഇത് ആർക്കെതിരെ ലേഖനം, ഇത് കൊരിന്ത്യർക്കെതിരെ ലേഖനം. മക്കോദോന്യക്കാരെ കുറിച്ച് ഇങ്ങനെ തെസ്സലോനിക്കർക്ക് എഴുതിയപ്പോഴും ഫിലിപ്പിയർക്ക് എഴുതിയപ്പോഴും ഇങ്ങനെ എഴുതിയില്ല. പല കാര്യങ്ങളെ പ്രശംസിച്ച് നന്ദി പറഞ്ഞു. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ക്രിസ്തുയേശുവിൽ തന്റെ മഹത്വത്തോടെ തീർത്തു തരുമെന്നൊക്കെ ഫിലിപ്പിയരോട് പറഞ്ഞു. പക്ഷെ ഇവരെ എല്ലാം കൂടെ ചേർത്ത് മാസിഡോണിയൻ ചർച്ചസിനെ എല്ലാം കൂടെ ചേർത്ത് അക്കായിലുള്ള കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ അവരെ കുറിച്ച് എനിക്ക് ഞാൻ അതിന്റെ സാക്ഷിയായതുകൊണ്ട് ഞാൻ അവരെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് അവരെ പരിചയപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അവരുടെ ഹൃദയ വിശാലത ഒരു വലിയ സമ്പത്തായി, അവരുടെ കയ്യിൽ വലിയ സമ്പത്തില്ല, പക്ഷെ അവരുടെ ആ ജനറോസിറ്റി ഇങ്ങനെ കവിഞ്ഞ് ഒഴിഞ്ഞപ്പോ അത് എന്തുപോലെ തോന്നി? ഒരു വലിയ സമ്പത്തായിട്ടത്. കാരണം അവർക്ക് അതായിരുന്നു അവരുടെ നിക്ഷേപം. ആ അതാണ് ബ്രദർലി ലവിന്റെ പ്രത്യേകതയാണ്. ഇതൊരു നിക്ഷേപം. ദൈവത്തിൽ നിന്ന് പഠിക്കുന്ന ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ദൈവിക അരുളപ്പാടിനനുസരിച്ച് നാം നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തി സഹോദര സ്നേഹത്തിനായി നമ്മൾ ഒരുങ്ങുകയും നമ്മൾ കാലുകൾ എടുത്ത് വെക്കുകയും നമ്മൾ കൈകൾ നീട്ടുകയും വാക്കുകൾ ഉപയോഗിക്കുകയും ഹൃദയം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓർത്തോണം അതൊരു വലിയ സമ്പത്തായിട്ടാണ് ദൈവം കാണുന്നത്. നമുക്ക് ഒരു അപ്പോസ്തലൻ പറയാം, അതൊരു അവരുടെ ഔദാര്യത്തിലുണ്ടല്ലോ, അവരുടെ ഉദാര മനസ്സ് കൊടുക്കാനുള്ള അവരുടെ മനസ്സ് സാഹചര്യമൊന്നും അത്ര നല്ലതല്ല. ഒരു തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രതിസന്ധിയില്ല. പക്ഷെ അവരുടെ മനസ്സിനെ ഞങ്ങൾ മനസ്സിലാക്കി. അതെങ്ങനെ മനസ്സിലാക്കി പറഞ്ഞോ? അവർ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് ഒരു ഭാഗ്യ സമ്പത്ത് കൊടുക്കട്ടെ. അവരോട് അപേക്ഷിക്കേണ്ട വന്നില്ല. അവർ ഞങ്ങളോടാണ് അപേക്ഷിച്ചത് ഒരവസരത്തിനായി. ഇതൊരു വലിയ കാര്യമാണല്ലോ, ഇത് അനുകരണീയമാണല്ലോ, ഇതങ്ങനെ മറച്ചു വെക്കാൻ പറ്റുന്നതല്ലല്ലോ, ഇത് വെളിപ്പെടുന്നതാണല്ലോ, ഇത് അറിയേണ്ടതല്ലേ, ഇത് കൊരിന്ത്യ സഭ അറിയേണ്ടതല്ലേ, ഇത് എത്ര സഭ അറിയേണ്ടതല്ലേ? ഇത് ഈ മാസിഡോണിയൻ ചർച്ചസിന്റെ ആ ക്വാളിറ്റി, അവരുടെ ആ ജനറോസിറ്റി, അവരുടെ
അവര് പറയുകയാണ്, ഞങ്ങളെ അത് വലിയ കാര്യം ചെയ്യുന്നല്ല, ഇത് ഞങ്ങൾക്കൊരു പദവി ലഭിക്കുന്നെന്ന്. വിശുദ്ധന്മാരെ സഹായിക്കാൻ ഞങ്ങൾക്കൊരു അവസരം, കാരണം അതൊരു പദവിയാണ് ഞങ്ങൾ, അല്ലാതെ ഞങ്ങളെ അത് അവരുടെ ജീവിതത്തിൽ അതാണ് ബ്രദർലി ലവ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സഹോദര സ്നേഹത്തിന്റെ പ്രദർശനമാണ് ഇത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്കല്ല പദവി, അതെ, എന്നുവെച്ചാൽ ആർക്ക് വേണ്ടി ചെയ്യുന്നോ അവർക്ക് വലിയ കാര്യം ചെയ്തു. ഞങ്ങൾക്ക് വലിയ അവസരം കിട്ടി, നന്ദി കർത്താവേ, ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെ കൊടുക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ആ പദവിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാണ് ലോകപ്രകാരം മേടിക്കുന്നവൻ ചെറുതാകുന്നു, കൊടുക്കുന്നവൻ വലിയതാകുന്നു. പക്ഷെ വചനപ്രകാരം എന്തോടെ സംഭവിക്കുന്നത്? അതെ, ആരാണോ ഔദാര്യമായി കൊടുക്കുന്നത് അവർ തന്നെത്താൻ താഴ്ത്തിയിട്ട് ദൈവത്തോട് പറയുകയാണ്, ഈ ഏഴകൾക്ക് ഈ കഠിന ശോധനയിലും ഈ മഹാദാരിദ്ര്യത്തിലും കർത്താവിന് വേണ്ടി ഒന്ന് ഹൃദയം തുറക്കുവാൻ, അതെ, ജീവിതത്തിന്റെ ഒരു ഞങ്ങൾക്കുള്ളതിന്റെ ഒരു പങ്ക് കൊടുക്കുവാൻ അവസരം തന്നല്ലോ. അത് ആർക്കാണ് കൊടുത്തത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് കർത്താവ് വിളിച്ചു വേർതിരിച്ച തന്റെ വിശുദ്ധർക്ക് വേണ്ടി ആ തന്നെ ധനശേഖരത്തിൽ ഒന്ന് പങ്കാളിത്തം വഹിപ്പാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് അവർ തന്നെത്താൻ താഴ്ത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാണ്. അല്ലാതെ അറിയാമോ, ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, ഞങ്ങൾ ആർക്കൊക്കെ ചെയ്തു, ഞങ്ങൾ അവർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇവർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അപ്രകാരം ചെയ്തു, ഇപ്രകാരം ചെയ്തു. അവര് കഠിന ശോധനയിലായിരുന്നപ്പോൾ ഞങ്ങൾ സഹായിച്ചു, അവര് മഹാദാരിദ്ര്യത്തിലായിരുന്നപ്പോൾ ഞങ്ങൾ സഹായിച്ചതല്ല. പിന്നെയോ ഞങ്ങൾ മഹാദാരിദ്ര്യത്തിലും ഞങ്ങൾ കഠിന ശോധനയിലും ജീവിതത്തിന്റെ പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അവസരങ്ങളും സാഹചര്യങ്ങളും എല്ലാം മാറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് ആവശ്യങ്ങളെ അനുസരിച്ച് ഞങ്ങൾ തന്നെ കർത്താവിന് വേണ്ടി ഞങ്ങളെ വിട്ടുകൊടുത്തവരാണെങ്കിൽ കർത്താവിനുള്ളവർ കൂടെ ഞങ്ങൾ ഞങ്ങളെ തന്നെ വിട്ടുകൊടുക്കും. അപ്പൊ ഓർത്തോണം, മാസിഡോണിയൻ കൾച്ചർ അല്ല, അവർ കിങ്ഡം കൾച്ചറിലാണ് ജീവിച്ചെന്നുള്ളതിന്റെ വലിയൊരു തെളിവാണിത്. അവർ ദൈവരാജ്യ സംസ്കാരത്തിൽ മാത്രമേ ഇങ്ങനെ ജീവിക്കാൻ പറ്റൂ, അല്ലാത്തടത്തെല്ലാം നമ്മൾ കണ്ടേക്കുന്നത് അങ്ങനെയാ. വേറൊരു സിസ്റ്റമാണ്, ഉള്ളിൽ എപ്പോഴും അതിങ്ങനെ കിടക്കും. നമ്മള് ആ ചെയ്തവർക്കാണ് ചെയ്തെന്നുള്ള ഒരു മനോഭാവം, കൊടുത്തെന്നുള്ളൊരു മനോഭാവം. അവർ ദാരിദ്ര്യത്തിലായിരുന്നപ്പോ ഞങ്ങളാ സഹായിച്ചേ, ഞങ്ങൾ ചെയ്തില്ലായിരുന്നെ കാണാമായിരുന്നു, ഞങ്ങൾ കൊടുത്തില്ലായിരുന്നെ കാണാമായിരുന്നു, അപ്പൊ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ ഔദാര്യതയാണെന്നൊക്കെ പറഞ്ഞ് ലോകത്തിന്റെ ഒരു സിസ്റ്റം അതാ. അതാണ് വേൾഡ്ലി കൾച്ചർ. പക്ഷെ കിങ്ഡം കൾച്ചർ അങ്ങനല്ല. കിങ്ഡം കൾച്ചറിന്റെ പ്രത്യേകത, നാം എന്ത് ചെയ്യുകയാണ്, നാം നമ്മെ തന്നെ താഴ്ത്തിയിട്ട് നാം ഒരു പ്രിവിലേജായി കാണുകയാണ്. കർത്താവേ, യെരൂശലേമിലെ വിശുദ്ധന്മാർ അവർ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ മാസിഡോണിയയിൽ വിഗ്രഹങ്ങളെ സേവിച്ച് ദൈവത്തിന് അതെ കൊള്ളരുതാത്ത ജീവിതം നയിച്ച, ദൈവത്തിന് അതെ ഇഷ്ടമില്ലാത്ത ജീവിതം നയിച്ച, ദൈവപദ്ധതിയിൽ അന്യപ്പെട്ടു പോയ, ഒരിക്കലും ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന, യേശുവിനെ അതെ അറിയുവാൻ ഒരു സാധ്യതയുമില്ലായിരുന്ന അടിയങ്ങളുടെ ജീവിതത്തിൽ ഈ സുവിശേഷം എത്തിച്ചേർന്ന് വിശ്വസിപ്പാനും അങ്ങനെ അനുസരിപ്പാനും അങ്ങനെ ഇഷ്ടം ചെയ്യുവാനും ഒരവസരം ഞങ്ങൾക്ക് തന്ന് അങ്ങയുടെ സഭയുടെ ഭാഗമാക്കി ഞങ്ങളെ തീർത്ത് ജീവനുള്ള ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത് യേശുവിന്റെ ശിഷ്യരാക്കി തീർത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊരു ഭാഗ്യ പദവിയായി കാണുന്നു. വിശുദ്ധരായ ദൈവമക്കളുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ഞെരുക്കങ്ങളിൽ അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യ പദവിയായി കാണുന്ന സംസ്കാരമാണ് കിങ്ഡം കൾച്ചർ. അതായിരുന്നു മാസിഡോണിയൻ കൾച്ചറിനെ കോൺട്രാഡിക്ട് ചെയ്തുകൊണ്ട്, അതെ, മാസിഡോണിയൻ കൾച്ചറിനെ പൂർണ്ണമായി ചെറുത്ത് നിർത്തിക്കൊണ്ട് അവർ ആ ദൈവരാജ്യ സംസ്കാരത്തെ അവിടെ ഉയർത്തിപ്പിടിച്ചു. അങ്ങനെയുള്ളപ്പോൾ എന്ത് ഗുണമുണ്ടാകും, എന്ത് പ്രതിഫലമായിരിക്കും ഓർത്തോണം പ്രിയപ്പെട്ടവർ. അവര് പറഞ്ഞില്ല, അവരൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞത് പൗലോസ് അവരറിയാതെ കൊരിന്ത സഭയ്ക്ക് എഴുതിയതാ. അവര് പറഞ്ഞില്ല, അപ്പോസ്തലൻ കത്തെഴുതുമ്പോ ഞങ്ങളുടെ പേരൂടെ ഒന്ന് പരാമർശിക്കണേ, ഞങ്ങളുടെ സാക്ഷ്യം കൂടെ ഒന്ന് പറയണേ, ഞങ്ങളെ കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങളും മാസിഡോണിയക്കാരും മോശമല്ല കേട്ടോ, കൊരിന്ത്യക്കാർ മാത്രമല്ല, മാസിഡോണിയക്കാർക്കും അറിയാൻ എങ്ങനെ കൂടെ ഒന്നും പറഞ്ഞില്ല. പറയാൻ വേണ്ടി ചെയ്തതല്ല, അറിയാൻ വേണ്ടി ചെയ്തതല്ല, പ്രസിദ്ധമാകാൻ വേണ്ടി ചെയ്തതല്ല, സാക്ഷ്യം ലഭിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഒന്നിനും വേണ്ടി ചെയ്തതല്ല. പിന്നെയോ അപ്പോസ്തലന്റെ ഉപദേശമായിരുന്നു, നിങ്ങൾ ദൈവരാജ്യ സംസ്കാരത്തിൽ ജീവിക്കണം. ദൈവത്തിൽ നിന്നവരെ അവർക്ക് വചനം ലഭിച്ചിരുന്നു, എങ്ങനെ സഹോദരങ്ങളെ സ്നേഹിക്കും. അതാണ് പ്രത്യേകത. സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, പക്ഷെ ആ സ്നേഹത്തിനൊക്കെ അക്കമിട്ട കണക്കുമുണ്ട്. കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്, എണ്ണി എണ്ണി ഹൃദയ പുസ്തകത്തിലില്ലെങ്കിലും കണക്ക് സൂക്ഷിക്കുന്നവരാ. ഒരു കാര്യം വരുമ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും പെരുമാറിയ അപ്പോ അത് വിളിച്ചു പറയുകയും ചെയ്യും. അത് ബ്രദർലി ലവ് അല്ല.
അത് ദൈവരാജ്യ സംസ്കാരമല്ല. അത് നാം ജീവിക്കുന്ന ഇപ്പോഴത്തെ ഇന്നലെയും ഇന്നും നാളെയും നാം ജീവിക്കുന്ന പട്ടണത്തിന്റെയും ഗ്രാമത്തിന്റെയും ഈ ലോകത്തിന്റെയും സംസ്കാരമാണ്. ഓർത്തോണം. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്തകൾ വരുന്നെങ്കിൽ ഓർത്തോണം, നാം കിങ്ഡം കൾച്ചറിലേക്ക് ഉയർന്നു വന്നിട്ടില്ല. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നാം വലിയവരും നാം ആർക്ക് വേണ്ടി ചെയ്തോ അവർ ചെറിയവരും എന്നുള്ള ബോധം. ഇത് കിങ്ഡം കൾച്ചർ അല്ല, ഇത് വേൾഡ്ലി കൾച്ചർ. കിങ്ഡം കൾച്ചറിന്റെ പ്രത്യേകത, കിങ്ഡം ഓഫ് ഗോഡിന്റെ ആ കൾച്ചറിൽ ജീവിക്കുന്നതിന്റെ പ്രത്യേകത എപ്പോഴും മനസ്സിലൊരു ഒരു ചിന്തയാണ്, കർത്താവേ കർത്താവേ ബാഹ്യ സമ്മർദ്ദം കൂടാതെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടേണ്ടത്? ഞങ്ങൾ എങ്ങനെയാണ് അതിനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് തരണേ? അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മനസ്സോടെ ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് പുകഴ്ചയും പ്രശംസയല്ല വേണ്ടത്. ഞങ്ങൾക്ക് ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ തെസ്സലോനിക്കരെ പഠിപ്പിച്ച അപ്പോസ്തലൻ ഇപ്പം പറയുക, ഇവർക്ക് ഇവരുടെ സമ്പത്തിനെയും കിങ്ഡം കൾച്ചറിൽ യൂസ് ചെയ്യാൻ അറിയാമായിരുന്നു. ശരീരത്തെ യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. ശരീരത്തെ കിങ്ഡം കൾച്ചറിൽ, ദൈവരാജ്യ സംസ്കാരത്തിൽ ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്, അത് ചെറുതായാലും വലുതായാലും, നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായാലും, ഉള്ളിൽ നിങ്ങളുടെ അകത്തൊരു ആനന്ദ സമൃദ്ധി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്തൊരു സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇതാ മാസിഡോണിയൻ വിശ്വാസികൾ മാസിഡോണിയൻ കൾച്ചറിനെ കോൺട്രാഡിക്റ്റ് ചെയ്തുകൊണ്ട്, അതിനെ പൂർണ്ണമായി അതിന് വിപരീതമായി നിന്നുകൊണ്ട് ദൈവരാജ്യ സംസ്കാരം സമ്പത്തിന്റെ കാര്യത്തിൽ, സഹോദര സ്നേഹത്തിന്റെ കാര്യത്തിൽ വെളിപ്പെടുത്തുന്നു. പേരെ നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശിക്കുക. നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനത്തെ ചിന്തകൾ ഉണ്ടെങ്കിൽ, സമ്പത്ത് ഇങ്ങനെ കവിഞ്ഞൊഴുകുമ്പോഴാണ് ഞങ്ങൾ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ദയവായി ഞാനൊരു കാര്യം പറയട്ടെ, അത് കിങ്ഡം കൾച്ചർ അല്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്നാന്നറിയോ? സമ്പത്ത് കവിഞ്ഞൊഴുകുമ്പോൾ കൊടുക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ, കർത്താവേ ഹൃദയത്തിൽ ആവശ്യങ്ങളിൽ ഉപകരിക്കാൻ ഞങ്ങൾക്ക് ഒരു പദവി തരണേ, ഞങ്ങളുടെ ഹൃദയത്തെ അതിനായി ഒരുക്കണേ, ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കണേ. ആ മനസ്സൊരുക്കമാണ് കവിഞ്ഞൊഴുകേണ്ടത്. അത് തീർച്ചയായും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും. നമ്മളെ സാക്ഷ്യപ്പെടുത്താൻ നമ്മൾ പറയണ്ട, പലരും നമ്മളെ സാക്ഷ്യപ്പെടുത്താൻ അവിടെ കാണും. അനേകർക്ക് നമ്മൾ അനുകരണീയമായിരിക്കും, മാതൃകയായിരിക്കും. അത് ഈ ഭാഗത്തുനിന്ന് ഞാൻ ഓൾറെഡി ഈ മെസ്സേജ് ചില നാളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും എനിക്കത് ഒന്നുകൂടെ പറയണമെന്ന് തോന്നി. കാരണം അപ്പോസ്തലൻ ഓരോ സഭയോടും, മാസിഡോണിയക്കാരോട് പറഞ്ഞു, കൊരിന്ത്യ സഭക്കാരുണ്ടല്ലോ, അവര് കൊടുക്കുന്ന കാര്യത്തിലൊട്ടും കൊരിന്ത്യരോട് പറഞ്ഞു, അപ്പോസ്തലൻ ഒരിക്കലും ഒരു ഉദ്ദേശമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോ അല്ലെ കുറവ് പറഞ്ഞോ ഒന്നുമല്ല, ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എല്ലാവരും ഓരോ ദിവസവും അധികം വർദ്ധിച്ച് വന്ന് ദൈവത്തിന് പ്രയോജനമുള്ളവരായി. എന്നിട്ട് പറയുന്ന ആ ഭാഗം കൂടെ വായിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ ഇവരുടെ പ്രത്യേകതയാണ്, എങ്ങുമുള്ള സഹോദരന്മാരോടും ഒക്കെ അങ്ങനെ ആചരിച്ച് പോരുന്നുവല്ലോ. അതവരുടെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. ദാറ്റ് മീൻസ് ദേ പ്രാക്ടീസ്ഡ് ഇറ്റ്. അതാണ് ഈ ആചരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. എന്തുവാ? അവരെന്ത് കേൾക്കുന്നോ അവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട്, എന്നാൽ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണമെന്നും, അതാണ് ആഗ്രഹം, അതാണ് ഉദ്ദേശം. എന്നിട്ട് പറയുന്ന വാക്ക്, പുറത്തുള്ളവരോട് മര്യാദ, അതൊരു ചെറിയ കൺഫ്യൂഷൻ വരും വായിക്കുമ്പോഴേ. എന്നും പുറത്തുള്ളവരോട് മര്യാദയെ നടപ്പാനും. നമ്മളെ വിചാരിക്കുന്നത് ഇവര് പോയി പറയണോ പുറത്തുള്ളവരോട്? അതോ പുറത്തുള്ളവരുടെ മുമ്പിൽ ഇവര് മര്യാദയെ നടക്കാൻ? അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? നടപ്പാനും. ഞാനത് പറയാം. ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും, സ്വന്തം കാര്യം നോക്കുവാനും, സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ വാക്യങ്ങൾ കോണ്ടെക്സ്റ്റിൽ അടർത്തിയെടുത്താൽ ആകെപ്പാടെ തെറ്റും. എന്നാന്നറിയോ തെറ്റു എന്ന് പറഞ്ഞാൽ? ഇതിനകത്തൊരു പോയിന്റ് ഉണ്ട്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്, ലീവ് എ ക്വയറ്റ് ലൈഫ്. നിങ്ങൾ ഒരു ശാന്തമായ ജീവിതം നയിക്കണം. പിന്നെ ഇവിടെ എടുത്തെടുത്ത് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. സ്വന്തം കാര്യം നോക്കണം, സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യണം. അതായത് ഈ മറ്റുള്ളവർക്കൊന്നും ഒരു ഗുണവും ചെയ്യാൻ ആഗ്രഹിക്കാത്തവർക്ക് പറ്റിയ വാക്യോ ഇത്. മറ്റുള്ളവരെ ഒന്നും സഹായിക്കാൻ മനസ്സില്ല, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞു. പക്ഷെ യോശുവ പറഞ്ഞത് എങ്ങനെയാ?
ഒരു വലിയ കൂട്ടത്തിന്റെ ഉത്തരവാദിത്വം തോളിലേറ്റിക്കൊണ്ടാ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഉത്തരവാദിത്വം തോളിലേറ്റി അവർക്ക് വേണ്ടി ദൈവത്തിൽ ഇടവിൽ നിന്ന് അവർ വിഗ്രഹങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ വിഗ്രഹങ്ങളിലേക്ക് തിരിയുവാണെ തിരിഞ്ഞു, പക്ഷെ ഞാനും എന്റെ കുടുംബവും ഇനി എന്ത് സംഭവിച്ചാലും വിഗ്രഹങ്ങളെ സേവിക്കത്തില്ല ദൈവത്തെ. ആ കോണ്ടെക്സ്റ്റിൽ അത് പറഞ്ഞു. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്വന്തം കാര്യം നോക്കി, ഇനിയിപ്പോ അത് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട, കാരണം ഓൾറെഡി ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാസിഡോണിയൻ ചർച്ചിന്റെ. അപ്പൊ ഇത് തമ്മിൽ എങ്ങനെയാ ചേർന്ന് പോന്നേ? അപ്പോസ്തലൻ ബ്രദർലി ലവിനെ കുറിച്ച്, സഹോദര സ്നേഹത്തെ കുറിച്ച് തെസ്സലോനിക്ക ചർച്ച് മാത്രമല്ല മാസിഡോണിയയിലുള്ള എല്ലാ ചർച്ചിലേക്കും ഇവരുടെ ഔദാര്യത അങ്ങനെ കവിയുന്നു. അത് എവിടോട്ടാ പോകുന്നത്? യെരുശലേമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി ഉള്ള ദാനശേഖരത്തിൽ തേണ്ടടാ പിന്നെയും അത് കവിഞ്ഞൊഴുകുന്നു. എന്നിട്ട് അപ്പോസ്തലൻ ഇവരോട് പറയുകയാണെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചോളാൻ. അപ്പൊ നമ്മളത് തെറ്റിദ്ധരിച്ച് പഠിച്ചാലോ, നമ്മളതിനെ റോങ് ആയി ഇന്റർപ്രറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും? ആ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, അപ്പോസ്തലൻ സഭയോട് പറഞ്ഞല്ലോ, നിങ്ങൾ വേറെ പല കാര്യത്തിലൊന്നും ഇടപെടണ്ട, സ്വന്തം കാര്യം നോക്കി സ്വന്തം കൊണ്ട് വേല ചെയ്തങ്ങ്. അങ്ങനെ അല്ല എന്ന് എല്ലാ ദൈവമക്കൾക്കും അറിയാം. പക്ഷെ അതിന്റെ ഒരു ഉദ്ദേശം എന്നു ചോദിച്ചാൽ പിന്നെ എന്തിനാണ് എടുത്ത് 2 പ്രാവശ്യം സ്വന്തം കാര്യം പറഞ്ഞത്? കാരണം 2 കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രയോജനപ്പെടണം, പക്ഷെ മറ്റുള്ളവരുടെ പല കാര്യത്തിൽ കയറി ഇടപെടല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി നാം ഏതൊരവസ്ഥയിലും നാം പ്രയോജനമുള്ളവരായി തീരണം. നമ്മെ തന്നെ കർത്താവിന് നാം കൊടുത്തിരിക്കുന്നു. മറ്റുള്ള ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരായി, ദൈവമക്കൾക്ക് പ്രയോജനമുള്ളവരായി തീരണം. അത് വ്യക്തമായി തെളിയിച്ച സഭയാണ് തെസ്സലോനിക്ക സഭ, മറ്റു മാസിഡോണിയൻ ചർച്ചുകൾ, മക്കദോന്യ സഭകൾ. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം, അടങ്ങിപ്പാർക്കണം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തോട്ടെ. സ്വന്തം കാര്യം നോക്കി നിങ്ങളുടെ ഉപജീവനം നടത്തി ശാന്തമായി ജീവിക്കുക. എന്നതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം. അപ്പൊ ഇത് നമ്മൾ കോണ്ടെക്സ്റ്റ് നടത്തിയെടുത്താൽ, അപ്പോസ്തലൻ പറഞ്ഞു സ്വന്തം കാര്യം നോക്കി നിങ്ങളുടെ ഉപജീവനം നടത്തി. പലരും ഇത് എടുക്കാറുണ്ട്, മറ്റു ഭാഗമൊന്നും അറിഞ്ഞിട്ടല്ല. ഇത് എല്ലാവർക്കും ഒരുതപ്പെട്ടവർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ ഭാഗം, കാരണം സഭയോടാണല്ലോ പറഞ്ഞേക്കുന്നത്. സ്വന്തം കാര്യം നോക്കി നിങ്ങളുടെ ഉപജീവനം നടത്തി ശാന്തമായി ജീവിക്കുക എന്നതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നുമില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുമില്ല. അത് ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വേൾഡ്ലി കൾച്ചർ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് അന്യരുടെ ആദരവ് ആർജിക്കാനും, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ ഇത് തോന്നുന്നത് അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനും കഴിയും. എന്താണ് ഇവിടുത്തെ അർത്ഥമാക്കും ചോദിച്ചാൽ, മറ്റുള്ള ഇങ്ങനെ ഇത് പറയുമ്പോ തന്നെയാണ് സഹോദര സ്നേഹം കവിഞ്ഞൊഴുകുന്നത്. അപ്പൊ തെറ്റിദ്ധരിക്കരുത്, അവനവനാ കഷ്ടപ്പെട്ട് അവരവർ ജീവിക്കണം, ഞാൻ അധ്വാനിക്കുന്നത് എനിക്ക് മാത്രമുള്ളതാണ്, എനിക്കും എന്റെ കുടുംബത്തിന് മാത്രമുള്ളതാണ്, ഞാൻ ഉപജീവനം എന്ന് പറയാൻ വേണ്ടി അല്ല ഇതിവിടെ എഴുതിയേ. മറിച്ച് നമ്മളുടെ മനോഭാവം മറ്റുള്ളവരെ ആശ്രയിക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ള ഒരു മനോഭാവം ദൈവസഭയിൽ ഒരാൾക്കും ഉണ്ടാകാൻ. ഇത് ഭയങ്കരമാണ്. ഇത് ഇതിനെ കൂടെ ബാലൻസ് ചെയ്ത് നിർത്തണം നമുക്ക്. ഒന്ന് ആദ്യം നമ്മൾ ചിന്തിച്ചെന്തോ, ഔദാര്യമായി, അതേ ഒരു സമ്പത്തായി അവരുടെ ജനറോസിറ്റി കവിഞ്ഞൊഴുകുന്നു. അതേ സമയത്ത് തന്നെ അപ്പോസ്തലൻ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ പറയുകയാണ്, നിങ്ങൾ റെസ്പെക്ട്ഫുൾ ആയ ഒരു ലൈഫ് നയിക്കണം.
അന്യരുടെ, പുറത്തുള്ളവരുടെ, അന്യരുടെ ഉദ്ദേശിച്ചത് പുറത്തുള്ളവരുടെ ആദരവ് നിങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ നിങ്ങൾ ഉപജീവനം കഴിക്കണം, ശാന്തമായി ജീവിക്കണം, പരകാര്യത്തിൽ ചെന്ന് ഇടപെടരുത്. അപ്പൊ പരകാര്യത്തിൽ ഇടപെടുന്നതും സഹോദരങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതും രണ്ടും രണ്ടാ. പരകാര്യത്തിൽ ചെന്ന് ഇടപെടാൻ നമ്മളോട്, അത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ അല്ലെ, പരകാര്യത്തിൽ ഇടപെടുക. നമ്മളെ ഏൽപ്പിക്കാത്ത, നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത, നമ്മുടെ നിയോഗത്തിലല്ലാത്ത ഒരു കാര്യത്തിൽ ചെന്ന് നമ്മൾ ഇടപെടാൻ പാടില്ല. ആ ഭാഗം വരുമ്പോഴാണ്, വിശുദ്ധന്മാരെ സഹായിക്കുന്ന കാര്യം വരുമ്പോഴല്ല മൈൻഡ് യുവർ ഓൺ ബിസിനസ് പറയുന്നേ. പിന്നെയോ ദൈവമക്കൾ ജീവിക്കേണ്ട ഒരു ജീവിത ശൈലി എന്തെന്ന് വ്യക്തമാക്കുക. അവിടെ ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന കൾച്ചറിന് എതിരായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ദൈവപ്രസാദത്തിനൊത്തവണ്ണം ജീവിതം നയിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തു വേണം? പുറത്തുള്ളവരുടെ റെസ്പെക്ട് ലഭിക്കത്തക്കവണ്ണം എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അർത്ഥമല്ല, എന്നാൽ പുറത്തുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ കാരണമാകും നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ. എങ്ങനെ? നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈ കൊണ്ട് അധ്വാനിച്ച് ഉപജീവനം കഴിക്കണം. നിങ്ങളുടെ മനസ്സിനകത്ത് പോലും ഒരു ചിന്ത വരരുത് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക. എന്താ പറയണ്ടേ? നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനും കഴിയും. അപ്പൊ രണ്ടും രണ്ടാണ്. എന്താ ഞാൻ പറഞ്ഞത്? ചുരുക്കി ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. യെരുശലേമിലുള്ള വിശുദ്ധന്മാർ അവരുടെ ജീവിതത്തിന്റെ പ്രയാസവേളയിൽ തെസ്സലോനിക്കക്കാരെ സഹായിക്കുന്നു പറഞ്ഞ ഉപജീവനം കഴിക്കാത്തവരല്ല. കൊരിന്ത്യൻ ചർച്ചുകാർ ഞങ്ങളെ സഹായിക്കും, ഇഷ്ടംപോലെ കാശുള്ള ചർച്ചുകളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ കാര്യം നോക്കാൻ കൊരിന്ത്യൻ ചർച്ചുണ്ട്, മാസിഡോണിയൻ ചർച്ചുണ്ട്. അപ്പോസ്തലനാണെങ്കിൽ വിശുദ്ധരായ ദരിദ്രന്മാരെ സഹായിക്കുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റുവാ. അങ്ങനെയല്ല. ഈ യെരുശലേമിലുള്ള വിശുദ്ധരായ വിശ്വാസികൾ, ഞെരുക്കം അനുഭവിക്കുന്നവർ, അവരുടെ ഒരു മുൻകൈയോ അവരുടെ ഇൻവോൾവ്മെന്റോ ഇതിനകത്തില്ല. അവർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ ദൈവാത്മ പ്രേരിതരായി ദൈവ സ്നേഹത്തിൽ, സഹോദര സ്നേഹത്തിൽ എന്ത് ചെയ്യുകയാണ്? ധർമ്മശേഖരം കൊണ്ടുപോവുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ സഭാവിശ്വാസികൾ അറിഞ്ഞിരിക്കണം. കാരണം അവിടെ അതിന്റെ കാരണങ്ങളുണ്ട്, അവിടെ അതിനുള്ള പ്രതിസന്ധികളുണ്ട്, പീഡനങ്ങളുണ്ട്, അവിടുത്തെ വിഷയങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഒരാളുടെ റുട്ടീൻ ദിനചര്യകളെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം അറിയാവോ? ചുരുക്കി പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കുകയും സ്വന്തം കൈകൊണ്ട് ഉപജീവനം കഴിക്കുകയും ചെയ്യുമ്പോൾ എന്ത് കിട്ടത്തില്ല? ഈ അനാവശ്യ സമയം കിട്ടത്തില്ല. എന്റെ കാര്യം മറ്റുള്ളവർ നോക്കിക്കോളും, എന്റെ ആവശ്യങ്ങൾ അതെ മറ്റുള്ളവർ നിറവേറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരിൽ ആശ്രയിക്കുന്ന ഒരു ജീവൻ നയിപ്പാൻ അപ്പോസ്തലൻ ആരെയും സമ്മതിക്കുന്നില്ല. ഏതപ്പോസ്തലൻ? കൊടുക്കാൻ ശക്തമായി പ്രേരിപ്പിക്കുന്ന, പരസ്പരം സഹായിക്കാൻ പ്രേരിപ്പിക്കുന്ന. അപ്പം അതിൽ നിന്നെന്തോ നമുക്ക് മനസ്സിലാകുന്നേ? നാം അല്ല, നമ്മൾ ആശ്രയിക്കാൻ, മനുഷ്യരിൽ ആശ്രയിക്കാനോ അല്ലെങ്കിൽ ദൈവം ഇന്നവരിലൂടെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നോ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലും നാം ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയെ പോലും മനസ്സിൽ കണ്ടുകൊണ്ട്, ഒരാളെ പോലും പ്രതീക്ഷിച്ചുകൊണ്ട്, ആ വ്യക്തി ഉള്ളത് കൊണ്ട്, ഈ വ്യക്തി ഉള്ളത് കൊണ്ട്, ഇന്നവരുള്ളത് കൊണ്ട്, ഇന്ന സഭ ഉള്ളത് കൊണ്ട് എന്റെ കാര്യമൊക്കെ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ജീവിക്കുവാൻ ദൈവം ഒരാളെയും അനുവദിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? സ്വന്തം കാര്യം നോക്കി നിങ്ങളുടെ ഉപജീവനം നടത്തി ശാന്തമായി ജീവിക്കുക എന്നതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം. അങ്ങനെ നിങ്ങൾക്ക്
അന്യരുടെ ആദരവാർജ. അതാ പറഞ്ഞത്, പുറത്തുള്ളവരോട് മര്യാദ. നമുക്കത് അങ്ങോട്ട് പിടികിട്ടത്തില്ല. പുറത്തുള്ളവരോട് മര്യാദയെ നടപ്പാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇതാണ്: പുറത്തുള്ള അവിശ്വാസികളായ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൾച്ചറിന് വിപരീതമായി ഇപ്പം ജീവിക്കുന്നോ ആ കൾച്ചറിൽ ജീവിക്കുന്നവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യത്തക്ക രീതിയിൽ, ആ റെസ്പെക്ട് കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യണമെന്നല്ല, ആ റെസ്പെക്ട് കിട്ടത്തക്ക രീതിയിൽ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരിക്കണം. എന്റെ കൈകൊണ്ട് ഞാൻ അധ്വാനിക്കും, ഞാൻ എന്റെ ഉപജീവനത്തിന് വേണ്ടി എന്നാലാവുന്ന ഞാൻ ചെയ്യും എന്ന്. എന്റെ ഉത്തരവാദിത്തം പരകാര്യത്തിൽ ഇടപെടുക, അവിടെ പോവുക, ഇവിടെ പോവുക, ഇവിടുത്തെ കാര്യത്തിൽ ഇടപെടുക, അതിന് അഭിപ്രായം പറയുക, ഇതിന് കയറി അഭിപ്രായം പറയുക, പരകാര്യത്തിൽ ഇടപെടുവല്ല, സ്വന്തം കാര്യം നോക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തം സഭയിലെ ഓരോ വിശ്വാസിക്കുമുണ്ട്, തെസ്സലോനിക്ക സഭയ്ക്കുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലൻ പറയുന്നതിന്റെ അർത്ഥം മൈൻഡ് യുവർ ഓൺ ബിസിനസ്. മറ്റുള്ളവരുടെ ജീവിത കാര്യങ്ങളിൽ കയറി ഇടപെടല്ലേ, മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങളിൽ കയറി ഇടപെടരുത്, മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ കയറി ഇടപെടരുത്. അവർ തരുന്ന സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ഒരാളുടെ അടുത്തേക്കും നിങ്ങൾ പോകരുത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി എത്തി നോക്കുവാൻ ഒരാൾക്കും അധികാരം കൊടുക്കുന്നില്ല. ആരോടായി പറയുന്നേ? സഹോദര സ്നേഹം അളവില്ലാതെ കവിഞ്ഞൊഴുകുന്ന ഔദാര്യ മനസ്സിന്റെ, സമ്പത്ത് പോലെ കവിഞ്ഞൊഴുകുന്ന ഔദാര്യ മനസ്സിന്റെ ഉടമകളോട് പറയുകയാണ്, നിങ്ങൾ ഇതും കൂടെ അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ ഡെയിലി ലൈഫ് എങ്ങനെ നയിക്കണം. ഞങ്ങൾക്ക് അവിടുന്ന് ധനശേഖരം വരും, ഞങ്ങൾക്ക് ഇവിടുന്ന് ധനശേഖരം വരും, ഞങ്ങളെ അവിടുന്ന് സഹായിക്കും, ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കും. ഈ ചിന്ത നമുക്ക് പാടില്ല. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ സ്വന്തം കാര്യം നോക്കി നിങ്ങൾക്ക് തെറ്റിദ്ധാരണ തോന്നുന്നുണ്ടോ? ഞാൻ കോൺട്രാഡിക്ഷനാ പറയുന്നത്. ആദ്യം പറഞ്ഞ മെസ്സേജിനെ ഇപ്പോഴത്തെ മെസ്സേജ് ഞാൻ പറഞ്ഞതല്ല, അപ്പോസ്തലൻ പറഞ്ഞതിനെ ഞാൻ പറയുന്നത്. അതെ, ആ മെസ്സേജിനെ കോൺട്രാഡിക്റ്റ് ആയി തോന്നുന്നുണ്ടോ? ഒരു കോൺട്രാഡിക്ഷനും ഇതിനകത്ത് ഇല്ല. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ ദൈവവൈതലിന്റെയും പ്രത്യേകതയാണ് രക്ഷിക്കപ്പെട്ട ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കണം. സ്വന്തം കാര്യം നോക്കി നിങ്ങളുടെ ഉപജീവനം നടത്തി ശാന്തമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശാന്തത. അവിടെ എല്ലാം കഠിന ശോധനയാണ്. ശാന്തത ഉദ്ദേശിക്കുന്ന എന്തോ അർത്ഥം എന്നറിയാവോ? ആ ക്വയറ്റ് ലൈഫ് എന്ന് പറഞ്ഞ അർത്ഥം എന്തെന്നറിയാവോ? പരകാര്യത്തിൽ കയറി ഇടപെട്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കാത്തൊരു ജീവിതം. ദൈവമക്കൾക്ക് ശാന്തമായ ഉള്ളിൽ ദൈവ സമാധാനം തരുന്നുണ്ട്. പ്രശ്നങ്ങൾ മാറിയ സമയമുണ്ടോ? എന്താണ് ഇവിടുത്തെ ക്വയറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ? അതിനാ ഞാൻ നിങ്ങളോട് ആ വാക്ക് ഉപയോഗിച്ചത്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അതാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ആ ക്വയറ്റ് ലൈഫ് എന്ന് പറഞ്ഞ അർത്ഥം എനിക്ക് ഒന്നും അറിയണ്ട, ആരെ കുറിച്ചല്ല, നമുക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരുടെയും വിഷയങ്ങൾ അറിയണം, പ്രാർത്ഥിക്കണം, നമുക്ക് അവർക്ക് വേണ്ടി ജാഗരിക്കണം, നമ്മൾ അലാവോളം മറ്റുള്ളവരെ സഹായിക്കണം, കണ്ണുനീർ പൊഴിക്കണം, ദൈവത്തിന് നിലവിളിക്കണം, ചെല്ലണത്ത് ഓടി ചെല്ലണം. അതെ, നമ്മളെ ആവശ്യമുള്ളിടത്തെല്ലാം നമ്മൾ അവൈലബിൾ ആകണം. അതല്ലേ ദൈവവൈതലിന്റെ ജീവിതം. ഒരു ദൈവവൈതലിന്റെ ജീവിതം എന്തുവാ? സ്വന്തമായി ജീവിക്കാനാണോ പറ്റുമോ? അപ്പോസ്തലൻ പറഞ്ഞു, നമ്മൾ ഇനി നമുക്കുള്ളവരല്ലെന്നല്ലേ പറഞ്ഞേ. അപ്പോസ്തലൻ തന്നെ പറഞ്ഞു, നാം ഇനി നമുക്കുള്ളവരല്ല, നാം നിങ്ങൾക്കുള്ളവരല്ല. അതേ അപ്പോസ്തലൻ പറയുന്നു. സ്വന്തം കാര്യം നോക്കി നിങ്ങളുടെ ഉപജീവനം നടത്തി ശാന്തമായി. ഇതിൽ ദൈവമക്കൾക്ക് ഈ മെസ്സേജ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ശാന്തമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏൽപ്പിക്കാത്ത ഒരു മേഖലയിലും കയറി നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ കാണാൻ പാടില്ലാത്ത ഒരിടത്തും നിങ്ങൾ കാണാൻ പാടില്ല. നിങ്ങൾ സംസാരിക്കാൻ പാടില്ലാത്ത ഒരിടത്തും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. നിങ്ങളോട് അഭിപ്രായം ചോദിക്കാത്ത ഒരാളോടും നിങ്ങൾ കയറി അഭിപ്രായം പറയാൻ. അതെപ്പോഴേ പറയുന്നത്? സ്വന്തം കാര്യം നോക്കി സ്വന്തം ഉപജീവനം നടത്തി ജീവിക്കുമ്പോൾ, നമ്മൾ ആ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതെന്റെ ഉത്തരവാദിത്വം, ഇതുകൊണ്ട് എനിക്കെല്ലാം തികയുമെന്നോ, ഞാൻ ഉപജീവനം കഴിക്കുന്നതുകൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നോ അതിനർത്ഥമില്ല. ദൈവമാണ് നമുക്ക് വേണ്ടതെല്ലാം സമയാസമയങ്ങളിൽ ചെയ്യുന്നത്. പക്ഷെ ഒരു ദൈവവൈതലിന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും പ്രയോജനപ്പെടാൻ ഞാൻ സന്നദ്ധനാണ്. പക്ഷേ അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, പരകാര്യത്തിൽ കയറി ഇടപെടുകയല്ല. പ്രയോജനപ്പെടുന്നതും പരകാര്യത്തിൽ ഇടപെടുന്നതും രണ്ടും രണ്ടാ. അതുകൊണ്ടാ പറഞ്ഞേ,
മൈൻഡ് യുവർ ഓൺ ബിസിനസ് ആൻഡ് ലീവ് എ ക്വയറ്റ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ലൈഫ്. ആരാ? പുറത്തുള്ളവർ. അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾ ഇപ്പം എന്താ പറയണ്ടത്, എല്ലാരും പറയുന്ന പോലെ ചാടിക്കറി ഒന്നിനും കയറി അഭിപ്രായം പറയുന്നില്ല, വായി വരുന്നതല്ല ഇഷ്ടം പോലെ വിളിച്ചു പറയുന്നില്ല. നിങ്ങൾക്കിപ്പോ ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് അതെ, അവർക്കൊരു കാര്യം മനസ്സിലാകും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നു, നിങ്ങൾ ഉപജീവനം കഴിക്കുന്നു, നിങ്ങൾ ആ ലാഭോളം നിങ്ങളുടെ ആരോഗ്യം. അതെന്താ അങ്ങനെ പറയാൻ കഴിയും? അപ്പോസ്തലൻ അങ്ങനെ ചെയ്ത്. ഈ ധർമ്മശേഖരം എല്ലാം എടുക്കുന്ന മനുഷ്യൻ, ഈ ഏറ്റവും കൂടുതൽ അതെ സഹായിക്കുവാൻ താല്പര്യമുള്ള ആളോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഇപ്പൊ എവിടെയാ? അത് ഞാൻ രാവിലെ തൊട്ട് ഇത്ര മണി വരെ പണി ചെയ്യുക. എത്ര മണിക്കൂർ കൂടാരപ്പണി ചെയ്തിട്ടാണെന്ന് ഓർക്കണം. അപ്പൊ അപ്പോസ്തലൻ ഈ ധർമ്മശേഖരം ഒന്നും എടുത്തിട്ട് തന്റെ ഉദ്ദേശം ഇത് ഒരേ സമയത്ത് എന്ത് ചെയ്യണം? ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ സഹോദര സ്നേഹം അങ്ങനെ ഉന്നതമായി പറന്നുയരുകയും വേണം. മറുവശത്ത് ഓരോരുത്തരും അവരവരുടെ കാര്യം നോക്കാനുള്ള ജീവിത ലക്ഷ്യവും ഉണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒന്നുകൂടെ ഞാൻ പറയുന്നു, നാം മറ്റുള്ളവരെ ആശ്രയിക്കാൻ പാടില്ല. സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൊണ്ട് വേല ചെയ്യുവാൻ അഭിമാനം തോന്നണമെന്നും നിങ്ങളെ പ്രബോധിപ്പിച്ച സമയം ഇവിടെ കഴിഞ്ഞ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇതാണ്. അപ്പോ ഒരു ചോദ്യം, ദൈവം സഹായിക്കുന്നു? മനുഷ്യരിൽ ആശ്രയിക്കുന്നതും ദൈവം സഹായിക്കുന്നതും ഈ രണ്ടും രണ്ടാണ്. പലപ്പോഴും സഭകളിൽ വരുന്ന പരാജയം അതാണ്. പല വേർപെട്ട സഭകളിലും വരുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ്. സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ആവശ്യങ്ങളിൽ നാം മനുഷ്യരെ ആശ്രയിക്കുമ്പോൾ ആണ് അവിടെ വൈഷമ്യവും ബുദ്ധിമുട്ടുകളും എന്താ പറയണ്ടേ ദൈവത്തിനും മനുഷ്യർക്ക് ഒരുപോലെ അതെ അസ്വസ്ഥതയും ഉണ്ടാകുന്ന അവിടെയാണ്. എന്നാൽ നമ്മൾ ഉപജീവനം കഴിക്കുന്നു, നാം അധ്വാനിക്കുന്നു, നാം കഷ്ടപ്പെടുന്നു. അപ്പോഴും നമുക്കറിയാം നമ്മുടെ അവസ്ഥ പരിമിതമായിരിക്കും. നമുക്ക് അപ്പോഴും അതെ പല കാര്യങ്ങൾക്കും പരിമിതി കാണും. അപ്പോൾ നമ്മൾ എങ്ങോട്ട് വരികയാണ്? നമ്മളാ ലാഭോളം കർത്താവേ നിന്റെ ഹിതം അറിഞ്ഞുകൊണ്ട്, നിന്റെ നാമത്തിൽ നിലനിന്നുകൊണ്ട്, അത് ഉപജീവനം കഴിച്ചുകൊണ്ട്, പരകാര്യത്തിൽ ഇടപെടാതെ, മറ്റുള്ളവരുടെ ജീവൻ നോക്കി അഭിപ്രായം പറയാതെ, ആരെയും കാഴ്ചപ്രകാരം വിധിക്കാതെ, മറ്റുള്ളവരൊക്കെ എങ്ങനെയാ നോക്കാതെ, ഞങ്ങളാ ലാഭോളം ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾ മുന്നേറുമ്പോൾ ഞങ്ങളുടെ ചില ആവശ്യങ്ങളുടെ മുമ്പിൽ, ചില വിഷയങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിസ്സഹായരായി നിൽക്കുന്നു എന്ന് നാം മനുഷ്യരോടല്ല പറയുന്നത്. നാം ദൈവത്തോട് പറയുമ്പോൾ അവിടെ എന്ത് വെളിപ്പെടും? ദൈവസഭയുടെ സഹോദര സ്നേഹം ഔദാര്യമായ ഒരു സമ്പത്ത് പോലെ അവിടെ കവിഞ്ഞൊഴുകും. അത് ആരോടും പറയണ്ട, ദൈവോട് എഴുന്നേൽക്കും. പുറത്തുള്ളവരുടെ മുമ്പിൽ നമുക്ക് റെസ്പെക്ട്ഫുൾ ലൈഫ് നയിക്കാൻ പറ്റും. നാം എത്ര ഉപജീവനം എത്ര കഴിച്ച് എത്ര നമ്മുടെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ ജീവിത ശൈലിക്കകത്ത് ആ മാന്യത ഉണ്ടായിരിക്കണം. അത് നമുക്ക് റെസ്പെക്ട്ഫുൾ ലൈഫിനും ക്വയറ്റ് ലൈഫിനും കാരണമാകും. നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കാര്യത്തിനെതിരെ അല്ല ഈ വാക്യങ്ങൾ. ദൈവത്തിന് വേണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ ഇനിയിപ്പം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളങ്ങ് അധ്വാനിച്ച് ഞങ്ങളങ്ങ് ജീവിച്ച് ഞങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, അവിടെ ഞങ്ങൾ ഇനി ഒരിക്കലും ഒരു തരത്തിലും സഹോദര സ്നേഹം പ്രകടിപ്പിക്കാൻ അങ്ങനെയല്ല എന്ന് ഒന്നും കൂടെ ആവർത്തിച്ച് പറയട്ടെ. ഞാൻ ഇത് പറഞ്ഞതിന്റെ അർത്ഥം പ്രയോജനപ്പെടാതിരിക്കാനല്ല, പരകാര്യത്തിൽ ഇടപെടാതിരിക്കാനാ. ഇത് പറഞ്ഞത് അനുഗ്രഹമായി തീരാതിരിക്കാനല്ല, ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ ഒഴിവാക്കാനാ. ഇത് പറഞ്ഞത് സ്നേഹത്തിന്റെ കൈയും അതെ സ്നേഹത്തിന്റെ ആ ആഴവും പുറപ്പെടുവിക്കാതിരിക്കാനല്ല. പിന്നെയോ അതെ ആരെയും വിധിക്കാതെ, ആരെയും കാഴ്ചപ്രകാരം വിധിക്കാതെ, പുറകിൽ നിന്ന് ഒന്നും പരാമർശിക്കാതെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ അത് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത് ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. നമ്മുടെ വലിയ ഉത്തരവാദിത്തമായ കർത്താവിനോടുള്ള സ്നേഹവും സഭയോടുള്ള സ്നേഹവും കർത്താവിനെ സേവിക്കുന്നതും നമുക്ക് നിവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കുകയും നാം ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ മെസ്സേജ് ഒന്ന് ബാലൻസ് ചെയ്യുന്ന ഇച്ചിരി പ്രയാസമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് അത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും
പലരുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവനോന്റെ കാര്യം നോക്കാനോ തന്നെ തന്നെ വിലയിരുത്താനോ തങ്ങളുടെ കാര്യത്തിൽ ഏർപ്പെടാനോ കഴിയാതെ പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് അനാവശ്യ ശ്രദ്ധയും ഒക്കെ കടന്നു വന്നിട്ട് പുറത്തുള്ളവർ പറയുകയാണ്, കണ്ടില്ലേ അവര് ദൈവമക്കളാണ്, പക്ഷെ എന്ന് പറയുന്ന ഒരു അനാദരവ പലപ്പോഴും കിട്ടുന്നത്. പക്ഷെ അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾക്ക് ആദരവ് ലഭിക്കത്തക്കവണ്ണവും നിങ്ങൾ ശാന്തമായി ജീവിക്കത്തക്കവണ്ണവും നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരൊറ്റ മനുഷ്യരിൽ ആശ്രയിക്കാതെ ജീവിക്കുവാൻ ദൈവം എന്ത് ചെയ്യുകയാണ്? അപ്പോസ്തലരുടെ തെസ്സലോനിക്ക സഭയെ പഠിപ്പിച്ചെടുക്കുക. നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മുടെ ആവശ്യങ്ങളിൽ ഒരു മനുഷ്യനെയും ആശ്രയിക്കാതെ ജീവിക്കുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്, ദൈവം തന്റെ കരുതൽ വെളിപ്പെടുത്തുന്നത്. അപ്പോഴാണ് സഹോദര സ്നേഹത്തിന്റെ മഹത്വം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് തികച്ചും മാനുഷികമായി പോകും. അതുകൊണ്ട് ദൈവങ്ങൾ നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിന്റെ സന്നിധി നമുക്ക് അതെ മാസിഡോണിയൻ ചർച്ചിന്റെ ആ വലിയ മാതൃക പിന്തുടരാം. കഠിന ശോധനയിലായിരുന്നിട്ടും മഹാദാരിദ്ര്യത്തിലായിരുന്നിട്ടും ദുദാരമായി അവരുടെ മനസ്സങ്ങനെ അതേ വലിയൊരു സമ്പത്ത് പോലെ അവരുടെ സഹോദര സ്നേഹം കവിഞ്ഞൊഴിയ പോലെ ഞങ്ങൾക്കും കൃപ തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രയോജനപ്പെടണം. പക്ഷെ പരകാര്യത്തിൽ ഇടപെട്ട് ഫോൺ വിളിച്ച് അവിടുത്തെ അന്വേഷിച്ച് ഇവിടുത്തെ അന്വേഷിച്ച് അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെയുള്ള ബിസി ബോഡീസ് ആയി തീർന്ന് ദൈവത്തിനും മനുഷ്യർക്കും റെസ്പെക്ട് ഇല്ലാത്തവരായി ഗുണമില്ലാത്ത തീരുവാനല്ല, മറിച്ച് പ്രയോജനമുള്ളവരായി തീരത്തക്ക രീതിയിൽ പരകാര്യത്തിൽ ഇടപെടാതെ നമ്മുടെ കാര്യങ്ങളെ ശ്രദ്ധയോടെ നോക്കി നമ്മുടെ ആവശ്യങ്ങളിൽ നാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നാം ജീവിക്കാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ദൈവത്തിന്റെ മഹത്വം ദിനംതോറും കാണാൻ പറ്റും. അവന്റെ കരുതലുകൾ കാണാൻ പറ്റും. സഭയുടെ സ്നേഹം കാണാൻ പറ്റും. സഹോദര സ്നേഹം കാണാൻ പറ്റും. ഒരിക്കലും നമുക്ക് ആരുടെയും അതേ മുൻപിൽ നമുക്ക് തലകുനിക്കേണ്ട വരത്തില്ല. നാം ദൈവത്തിൽ വീണ് കിടക്കുന്നവരാണെങ്കിൽ, അവനോട് അപേക്ഷിക്കുന്നവരും അഭയാചന കഴിക്കുന്നവരുമാണെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം കൊണ്ട് നാം അധ്വാനിക്കുന്നവരാണെങ്കിൽ, നാം നമ്മുടെ ഉപജീവനം കഴിക്കുന്നവരാണെങ്കിൽ, നമുക്ക് എന്തും തികയാത്തതുണ്ടെങ്കിലും കഴിയാത്തതുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വന്നാലും അവിടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്, അവിടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ മഹത്വമാണ്. നമുക്ക് മക്കളുടെ സഭകളുടെ മാതൃക പിന്തുടരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.